എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡയമണ്ട് കിഴി റിയാക്ഷനാണ് മലൈക്കോട്ടെ വാലിബൻ. LJP മാജിക് ഇനി കാണാൻ ദിവസങ്ങൾ മാത്രം. ജനുവരി 25-ന് സിനിമ വരികയാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് ഒരുപാട് പ്രൊമോഷൻ വർക്കുകളാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. വളരെ വ്യത്യസ്തമായ ഐറ്റംസ് ആട്ടോ. ഒരുപാട് സംഭവങ്ങളുണ്ടോ. മറ്റേ ട്രെയിനിലൊക്കെ ഉള്ളത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളൂ. ഇപ്പൊ ഇതിന് മുന്നേ ഉള്ള സിനിമകളിലൊക്കെ ഈ മറ്റേ കൊത്തേന്റെ ഒക്കെ അതിനൊക്കെ അതുണ്ടായിരുന്നു. അതുപോലെ അല്ലാണ്ട് ഒരു വെറൈറ്റി പിടിച്ചിട്ടുള്ള സാധനം ഇത് ഇപ്പൊ വന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു കോമിക് ബുക്ക് പുറത്തു വന്നിട്ടുണ്ട്. അതായത് കുട്ടികൾക്കായിട്ട് വിതരണം ചെയ്തൊരു ഐറ്റാണ് കേട്ടോ. ഒരു വെറൈറ്റി കൺസെപ്റ്റ് കേട്ടോ. അതെ, എന്തായാലും ലാലേട്ടൻ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നൊന്ന് കാണാം. എന്റെ പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരെ, എന്തോ നിങ്ങളോട് കൂട്ടുകൂടാൻ പുതിയ ഒരാൾ വരികയാണ്. ആരാണെന്ന് അറിയണ്ടേ? വാലിബൻ. ഈ വാലിബൻ കോമിക്സിൽ തമാശയും പസിൽസും അങ്ങനെ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള എല്ലാം ഉണ്ട്. ഇതോടെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ്. അപ്പൊ എല്ലാവരും റെഡിയല്ലേ? ഈ വരുന്ന ജനുവരി 25-ാം തീയതി ഈ വാലിബൻ നിങ്ങളെ എല്ലാവരെയും നേരിൽ കാണാൻ വരികയാണ്. മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയിലൂടെ. ഇത് നിങ്ങളുടെ സ്വന്തം വാലിബൻ. സാധനം ഫ്രീ ഉള്ള. അതെ, പിന്നെ തീർച്ചയായിട്ടും ആ ഒരു മാസ്ക് നമുക്കത് വെച്ചിട്ട് വാലിബന് കാണാനാ. കണ്ണ് ഫ്രീ ആയിട്ട് ഇട്ടിട്ടുണ്ടോ? ഇല്ലല്ലേ? ഇത് വെച്ചിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് വേണമെങ്കിൽ റിവ്യൂ ചെയ്യാം. സിനിമ ഇത് വെച്ച് നല്ല രസം ഉണ്ടാവും. ഓക്കെ, എന്തായാലും ഈ ബുക്കിന്റെ ഉള്ളിലുള്ളത് എന്താണെന്നുള്ളത് ഏതാണ്ട് നോക്കാം. അത് നോക്കുന്നതിന് മുന്നേ ഫസ്റ്റത്തെ ബുക്കിന്റെ ഫസ്റ്റ് പേജ് തന്നെ മലൈക്കോട്ടെ വാലിബന്റെ ആദ്യം വന്ന പോസ്റ്റർ. അതതിന്റെ ശരിക്കും എനിക്ക് തോന്നുന്നു അതിന്റെ ബാക്ക് സൈഡ് ആണെന്ന് തോന്നുന്നു. ബാക്കാണോ? ആ, അത് ബാക്കിലുള്ളതാണ്. ഇതാണ് അതിന്റെ ഇപ്പൊ ആ വീഡിയോയിൽ കാണിച്ചത്. ഇതാണ് അതിന്റെ ലാലേട്ടൻ പിടിച്ച് ശരിയാട്ടോ, ശരി, സോറി. അതിന്റെ ബാക്ക് സൈഡ് ആണ് ആ ഒരു പോസ്റ്റർ വന്നിട്ടുള്ളത്. അല്ലാതെ കോമിക് രീതി തന്നെയാണ് ഇതിന്റെ ഇത് ഫസ്റ്റ് പേജ് തന്നെ. അതെ, അതും ഒരു കുട്ടി ആനേനെ ഇങ്ങനെ എടുത്ത്, കുട്ടിയാനാന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു കൊമ്പനാനേനെ എടുത്ത് ഇങ്ങനെ പൊന്തിച്ചു പിടിച്ചിരിക്കുന്ന വാലിബൻ. അതായത് ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതിൽ നിന്ന് തന്നെ പറയാനുള്ളത്. അതായത് ഇവര് പുറത്തുവിട്ട ചില പോസ്റ്റേഴ്സ്, ചില വീഡിയോസ്. അതായത് വേണമെങ്കിൽ ഉദാഹരണം പറയാം. ഒന്ന്, ഇവരുടെ ആദ്യത്തെ ഗ്ലിംസ് വരുന്നതിന് മുൻപുള്ള ഒരു അപ്ഡേറ്റ്സ് ഉണ്ടായിരുന്നു. അതിൽ ഈ വലിയ കാൽപാദങ്ങൾ ഒരു മലകളിലേക്ക് നടന്നു പോകുന്നതിൻ്റെ ഒരു സൂചന നൽകുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റർ. അതും പിന്നെ അതിനുശേഷം വന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതായത് സാധാരണ ജനങ്ങളുടെ ഉയരത്തിൽ നിന്ന് മുകളിലേക്ക് ഉയരുന്ന വടം വലിക്കുന്ന വാലിബൻ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഏതാണ്ടൊക്കെ ഡീകോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആളുടെ വലുപ്പം, ആളുടെ ക്യാരക്ടർ ഒരു ഭീമാകാരമായ ഒരു ക്യാരക്ടർ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ അത് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത്. കാരണം ഒരു കുട്ടി ആനയെ എറിയുന്നതായിട്ടാണ് കാണുന്നത്, എടുത്ത് പൊക്കുന്നതാണ് കാണുന്നത്, എറിയുന്നതല്ല. ഓക്കെ, യെസ്. എന്താ അകത്തേക്ക് പോവാം. അകത്തെ പേജിൽ നമ്മുടെ വാലിബൻ എങ്ങോട്ടോ ധൃതിയിൽ ഓടുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതിന്റെ അടിയിലുള്ള എഴുത്തെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വാലിബൻ ആരോടായിരിക്കും പോരിന് പോകുന്നത്, കൂട്ടുകാർക്ക് പറയാമോ? എങ്കിൽ അത് താഴെ കൊടുത്തിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്ത് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് എഴുതി അറിയിക്കൂ, സമ്മാനം മത്സരമുണ്ടല്ലേ? അതായത് 2 കുട്ടികൾ താഴെ ഉണ്ട്. അപ്പോൾ കുട്ടികൾ നോക്കി നിൽക്കെ എങ്ങോട്ടോ വാലിബൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് താഴെ വലിയ മലനിരകളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ മുകളിലായിട്ടാണ് നമ്മുടെ വാലിബനെ ഇവർ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പോൾ വാലിബന്റെ വലുപ്പവും കഴിവും ഒക്കെ അതിൽ നിന്ന് വ്യക്തമാണ്. അടുത്ത പേജ് എടാ, ഞാൻ ഒന്ന് കളിച്ചിട്ട് വരാം. നീ വീഡിയോ ഒക്കെ ചെയ്തിരുന്നോടെ. ആദ്യം കോയിനില്ലല്ലേ? കോയിനല്ല, മറ്റേ കളം വേണം. ഇങ്ങനെ ഇട്. ഞാനും ഉണ്ട്. വേണ്ട, മറന്നുപോയി നമ്മള്. ഹലോ, ഇവിടെ കുറെ ആൾക്കാർ കാണുന്നുണ്ട് നമ്മളെ. ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് കേളുമല്ലന്റെ ഗദയിൽ തൊട്ടാൽ പരാജയം. ഓക്കെ, അപ്പോൾ അത് ഗദയാണ്, താഴോട്ട് പോരും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പും കോണിയിലുള്ളത് പാമ്പും കോണിയാണ്. എന്നാൽ ഇതിൽ ഇവർ കൊടുത്തിരിക്കുന്നത് ഡ്രസ്സിന്റെ ഷാൾ ഉണ്ടല്ലോ, അത് പാമ്പ് പോലെ. അതെ, വാലിബന്റെ മേലങ്കിയിൽ വിജയം. മേലങ്കി എന്ന് പറയുന്ന സാധനം അതാണ്. ആ ഷാൾ താഴോട്ട് നീണ്ടു കിടക്കുന്നത്. അതിന് ഭയങ്കരമായിട്ടുള്ള പ്രാധാന്യം ഉണ്ടെന്നുള്ളത് നമ്മൾ ആ ടീസറിലും അതിനകത്തൊക്കെ ഇത് കണ്ടപ്പോഴും ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഷോളിന് ഭയങ്കരമായിട്ട് പ്രാധാന്യം ഉണ്ടെന്ന്. അത് ഉണ്ട് എന്ന് തന്നെ കാണിക്കുന്ന രീതിയിലാണ് ഇപ്പൊ ഈ ബുക്കിലും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ
കോണിക്ക് പകരം ഇതിൽ കൊടുത്തിരിക്കുന്നത് ഗദ യെസ്, അല്ലേ? കോണിക്ക് പകരം ഗദ. ഗദ, പക്ഷേ അത് പരാജയമാണ് ഇതിൽ. അതെ. പാമ്പിന് പകരം മേലങ്കി, യെസ്, അതായത് അത് കയറ്റാണ്. അതെ. ഇത് നേരെ തിരിച്ചാണ് കേട്ടോ. നമ്മുടെ സാധാരണ പാമ്പും കോണിയും കളിക്കുന്നവരല്ല. അതില് കോണി എത്തിയാലാണ് വിജയം, അതെ. പാമ്പിൽ എത്തിക്കഴിഞ്ഞാൽ താഴോട്ടാണ്. അതെ, ഇത് നേരെ തിരിച്ചാണ്. എന്തായാലും ഗദയിൽ എത്തിക്കഴിഞ്ഞാൽ താഴോട്ടും, ഈ മേലങ്കിയിൽ എത്തിക്കഴിഞ്ഞാൽ മുകളിലോട്ടും. അപ്പോൾ LJP തിരിച്ച് ചിന്തിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ LJP തിരിഞ്ഞാണല്ലോ ചിന്തിക്കാറ്. അതെ, സാധാരണ മനുഷ്യന്മാര് ചിന്തിക്കുന്നവർ ചിന്തിക്കൂല. അതാണല്ലോ ഇങ്ങനെ വരുന്നത്. ഞങ്ങളൊക്കെ ഒരേ വേവ് ലെങ്താ, ഞാനും LJP ഒക്കെ. അടുത്തത് വലിയ ഒരു എന്താ പറയാ, പാറയാണോ ഭൂമിയാണോ എന്താണ്? വലിയൊരു പാറ തന്നെയാ തോന്നുന്നു. അതിന്റെ അപ്പുറത്തെ പീസുകളൊക്കെ തെറിക്കുന്നത് കാണുമ്പോൾ വലിയൊരു പാറ ഉരുണ്ടു വരുന്നത് തടഞ്ഞു നിർത്തിയേക്കാണ്. അതായത് കുട്ടികൾ കളിക്കുന്നു, അവര് ഒരു പൂമ്പാറ്റയുടെ പിറകെ പോവാണ്. ആ സമയത്ത് അവരുടെ നേരെ ഒരു പാറ ഉരുണ്ടു വരികയാണ്, വലിയൊരു ആപത്ത്. അപ്പോൾ വാലിബ എന്ന് വിളിക്കുന്നു. ആ സമയത്ത് ഒരു സൂപ്പർ ഹീറോന്റെ പവറോടെ നമ്മുടെ വാലിബൻ വരുന്നു, ആ വലിയ പാറ തടുത്ത് നിർത്തുന്നു മാത്രല്ല, താഴെ കാണുന്നത് മായാവി ഒക്കെ നിൽക്കൂലേ, രാജുവിനെ രാധേനെ തോളിൽ എടുത്തിട്ട് മറ്റേ ഒരു സാധനം കൊണ്ട്, അല്ലെങ്കിൽ എന്തിനാണോ പിടിക്കുന്നത് അതിനെയും കൊണ്ട് നിൽക്കുന്ന പോലെ മല ഒരു കയ്യിലും ഒരു കയ്യില് 2 പിള്ളേരും. അതാണ്, ഒറ്റ കയ്യില വലിയ പാറ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് സിമ്പിളായിട്ട്. അപ്പൊ ആ ക്യാരക്ടർ എന്താണ് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇതിൽ കൂടെ ഇവർ ഈ കോമിക് രീതിയിൽ ഈ ബുക്ക് ഇറക്കിയാലും വാലിബൻ സിനിമ എന്താണെന്നുള്ളത് നൈസായിട്ട് നമ്മുടെ മുന്നിലേക്ക് തരുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഉദ്ദേശം. ഇപ്പോഴേ അവര് അവതരിപ്പിച്ച് തുടങ്ങിയിരിക്കുന്നു, രജിസ്റ്റർ ചെയ്ത് തുടങ്ങി. അടുത്തത് വഴി കാണിക്കലാണ്. അതായത് വാലിബന് കൊട്ടാരത്തിലേക്കുള്ള വഴി കാണിക്കാമോ? അവിടുത്തെ പോയിന്റ് കൊട്ടാരം. ഞാൻ ഒന്ന് ശ്രമിച്ചോ പോലെ അളിയാ, അത് തെറ്റും. തെറ്റുന്നോ? പിന്നെ നീ ജീവിതത്തിൽ വഴി തെറ്റിയോ? അവിടെ വന്നിരിക്കുന്ന കണ്ടില്ലേ, ഇവൻ എവിടെയോ എത്തേണ്ടതായിരുന്നു, എന്റെ മുമ്പിൽ വന്ന് പെട്ടുപോയനാണ്. സത്യം, അത് ഞാൻ ഇനി നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ ആ വഴി തെറ്റൽ ഒഴിവാക്കി. ആ വഴി തെറ്റൽ ഞാൻ വിട്ടു. വഴി കാണിക്കലാണെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ആ വഴിക്ക് വന്നിട്ടില്ല. കൊള്ളാം. അപ്പോൾ അതായത് വാലിബന് കൊട്ടാരത്തിലേക്കുള്ള വഴിയാണ് കാണിക്കുന്നത്. അപ്പോൾ സംഭവം നമ്മൾ പറഞ്ഞ ആ ഒരു സംഭവം തന്നെയാണ്. സംഭവം വ്യക്തമാണ്. ഒരു യാത്ര, അതിനുശേഷം ഒരു കൊട്ടാരത്തിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം, അവിടെ പോയിട്ട് ഒരു വലിയ രക്ഷാപ്രവർത്തനം, ഒരു യുദ്ധം, അത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ അത് അടുത്ത പേജിലേക്ക് ഞാൻ പോകുന്നു കേട്ടോ. അതുകൊണ്ടാണ് അത് പാമ്പും കോണിയാണ്, അല്ല വഴി കാണിക്കലാണല്ലോ. അപ്പം വഴി കാണിക്കുന്നതിനെ കുറിച്ച് നീ ചിന്തിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പേജിലേക്ക് ഞാൻ പോകുന്നതാണ്. അടുത്ത പേജ് ഈ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ തന്നെയാണെന്ന് തോന്നുന്നു. കാള കുത്താൻ ഓടിക്കുന്നു, ഒരു വാലിബാന്ന് വിളിച്ചിട്ട് ഓടുന്നു. വാലിബൻ പുറകിന്ന് വാലെ പിടിച്ച് വലിക്കുന്നു കാളയുടെ. അതെ, ഹലോ വാലിബ പറഞ്ഞതേ വാലിബാ വന്ന് രക്ഷിക്കുക എന്നാണ്, അല്ല വാലിൽ വാ എന്നല്ല, വാലിൽ പിടിച്ച് കറക്കിയിട്ട് റൈറ്റ് ചെയ്യണം കാള. ഓക്കെ, അപ്പം അത്രയും കാളയല്ല കാളയെ, കാളയെ വാലിബൻ എറിഞ്ഞു. വാലിബൻ കാളയെ എറിഞ്ഞു. മലയാളം പഠിക്കേണ്ടി വരുമല്ലോ കൂടുതൽ. ഇതൊന്നും ഒരു വിഷയമല്ല, നമുക്ക് വിവരമില്ലാത്ത എല്ലാവർക്കും അറിയാം. പിന്നെ ബാക്കി എന്താണെങ്കിലും ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വാലിബൻ എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹീറോ ആയിട്ട് തന്നെയാണ് വരുന്നത് എന്നുള്ളതാണ്. ഒരു രക്ഷകനാണ് എന്നുള്ളത് വ്യക്തമാണ്. പിന്നെ ഒരു പ്രത്യേക പവർ ആൾക്കുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പിന്നെ മറ്റൊന്ന്, ഇത് നേരത്തെ ആൾ പറഞ്ഞല്ലോ, അതായത് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എനിക്ക് പറയാൻ തോന്നിയൊരു സംഭവം, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഞങ്ങൾക്ക് വേണ്ടി ഇറക്കിയതാണത്, കുട്ടികൾക്ക് അത് ലാലേട്ടൻ ഹലോ കൂട്ടുകാരെ അല്ലെ കുട്ടികളെ എന്ന് വിളിച്ചപ്പോൾ തന്നെ നമ്മൾ വിളി കേട്ടിട്ടുണ്ട്. അത് വിട്, അതെന്തായാലും ആണ് ഞങ്ങളുടെ അതേ വൈബ് സാധനം. അടുത്ത പേജിലുള്ളത് ഇതേപോലെ തന്നെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴുകനോ അങ്ങനെ എന്തോ സാധനം വന്നിട്ട് ഇവരെ കൊത്തി പറക്കുവാണ്. കഴുകന്റെ ചെപ്പ നോക്കി കൊടുക്കുക, കണ്ണടച്ചാണ് കൊടുത്തു. ഓരോ മറ്റേ കൊക്ക് രണ്ടും പിടിച്ചങ്ങ് അകത്തേം കൊടുത്തു നൈസായിട്ട്, കഴുത്ത് കയറിയിട്ടില്ലേ? പിന്നല്ല, അതെന്തായാലും. അപ്പൊ ആ കഴുകൻ അങ്ങ് ദൂരേക്ക് പാറിപ്പോയി, ദൂരെ പറന്നുപോയി. ഞാൻ കരുതിയെന്നറിയോ, അത് ഒറ്റ ഫോട്ടോ ആയിട്ടാണ്. അങ്ങനെ കണ്ടാലേ വലിച്ചങ്ങ് കീറിയപ്പോ ഒരു കുട്ടി അങ്ങ് പ്രസവിച്ചു എന്നാണ്, ചെറിയൊരു കുട്ടി താഴേക്ക് വീഴുന്നത് പോലെ. അതിനുശേഷം വാലിബൻ 2 കുട്ടികളെ കയ്യിലെടുത്ത് പറക്കുന്നു.
മായാവിയൻ ചങ്ങാതി. എനിക്ക് ബാലരമ കിട്ടണം. ഞാൻ ഇപ്പൊ എനിക്ക് വേണം. ബാലരമ വേണം. ഓക്കെ, എന്താണെങ്കിലും അടുത്ത പേജിലേക്ക് പോവാം. അടുത്ത പേജ് വാലിബന്റെ മസിൽ. മലയിക്കോട്ടെ, ഞാൻ മലയിക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞില്ലേ, ആ ഒരു നൃത്തം ഇങ്ങനെ പിടിച്ചിട്ട് ആ മസിലില് ബൈസിപ്സിൽ ഇരിക്കുകയാണ് രണ്ട് കുട്ടികൾ. എന്നിട്ട് പറയുന്നത് എന്തായിരിക്കും അവിടെ എഴുതിയതല്ലാതെ, ഞാൻ വിചാരിച്ചു ഇവിടെ എഴുതിയതായിരിക്കും. അവിടെ എഴുതിയതല്ലാതെ ഇവർ രാവിലെ കളിക്കാനായിട്ട് എന്നും പുറത്തിറങ്ങാറുണ്ട്. ബട്ടർഫ്ലൈസിന്റെ പിന്നാലെയും അല്ലാതെ അങ്ങനെ പല രീതിയിൽ അവർ കളിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഒരു ദിവസം അവരെന്ത് ചെയ്തു, നമുക്ക് ഒന്ന് വെറൈറ്റി പിടിക്കാം, നമുക്കൊരു മല കയറിയാലോ എന്ന്. അങ്ങനെ മലയാണെന്ന് കരുതി ഇവർ കയറിയിരിക്കുന്നത് മസിലാണ്. അത് മലയല്ല സുഹൃത്തുക്കളെ, അല്ല കുട്ടികളെ. എന്താണെങ്കിലും ഈ വാലിബന്റെ ഈ മസിൽ കയ്യിലിരുന്നിട്ട് ഇവര് പറയുന്നത് ഇതാണ്: കടുവയോടും പുലിയോടും സിംഹത്തോടും ഗജത്തോടുമേറ്റ് നാടെങ്ങും കേൾവിയും പുകളും പരന്നവൻ, നാട്ടുമല്ലന്മാരെയും പോരിൽ ജയിച്ചവൻ. ഞങ്ങളെ രോമാഞ്ചം നിങ്ങൾക്ക് കാണാൻ സാധ്യതല്ല, പക്ഷെ വാലിബന്റെ രോമാഞ്ചം കാണാൻ പറ്റുന്നുണ്ട് ഇഷ്ടം പോലെ. വാലിബൻ തന്നെ ഒരു രോമാഞ്ചം. വാലിബൻ രോമാഞ്ച കഞ്ചുകനായിട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും ആളുടെ വലത് കയ്യിൽ ആ ഒരു ടാറ്റു അതുപോലെ കൊടുത്തിട്ടുണ്ട്. സംഭവം എല്ലാത്തിനും അതിൻ്റെതായ കണക്ഷൻ ഉണ്ടാവും. അടുത്ത പേജിൽ വരുന്നത് ഈ കുട്ടികൾ തന്നെയാണ് കേട്ടോ. വാലിബൻ കുട്ടികളോട് ഭയങ്കര ഒരു സ്നേഹമുള്ള ആളാണെന്നുള്ളത് കാണിച്ചു തരുന്ന ഒരു സംഭവം കൂടിയാണ്. ആന കൊത്താൻ വരുന്നു, വാലിബാന്ന് വിളിച്ച് കുട്ടികൾ ഓടുന്നു, വാലിബൻ വരുന്നു, നേരെ മുന്നിൽ വരുന്നു. ഇപ്രാവശ്യം നേരെ മുന്നിലേക്ക് വന്നത് വാലിൽ വാ എന്നല്ല, വാലിബൻ നേരെ വരുന്നു, തുമ്പിക്കൈയില് എടുത്ത് അലക്കിയിട്ട് ഒരൊറ്റ അടി നിലത്ത്, രണ്ട് കറക്കം, എന്നിട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ മുകളിലേക്ക് ഇട്ടിട്ട് ഒറ്റ പിടിച്ചു. ഇതിനെ ഞാൻ വന്നത് ആന എനിക്കൊന്ന് പറക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളിറക്കി ആ കോമിക് ബുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു, അതിന്റെ കവർ ഫോട്ടോ, അതിൽ ഒരു ആനയെ നിങ്ങൾ പൊക്കി ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതായിരുന്നു കണ്ടത്, അതുകൊണ്ട് വന്നതാണ്. ഇതൊക്കെ എന്താണെന്നറിയോ, ഇതിലൊക്കെ നമുക്ക് കുറേ സംഭവങ്ങൾ തരുന്നുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. അടുത്ത പേജിലേക്ക് വരുമ്പോൾ ഇതുപോലെ തന്നെ എഴുതിയിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, കണ്ടത് നിജം, കാണാത്തത് പോയി, ഇപ്പൊ നടക്കാൻ പോകുന്നത് നിജം. എന്റെ മോനെ, ആ ഒരു ഡയലോഗിന്റെ ഒരു പഞ്ച് വേറെ തന്നെ, അത് വേറെയാണ്. അത് എന്താണ് ഉദ്ദേശം എന്നുള്ളത് എന്തായാലും സിനിമ കാണുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. പിന്നെ ആളുടെ കയ്യിൽ ഒരു മോതിരമുണ്ട്, ആ മോതിരത്തിന് ഒരു പ്രത്യേക തിളക്കമുണ്ട്, ആ മോതിരത്തിന് പല പവറും ഉണ്ടാവും. പിന്നെ ഇതിൽ ആളുടെ ആ ഷാളിന്റെ പ്രത്യേകത എടുത്തു കാണിക്കുന്നുണ്ട്. അതായത് ആ പാറിപ്പറന്ന രീതിയിൽ തന്നെ ഇതിൽ അത് ഇവർ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിയിൽ ഒരെഴുത്തും കൂടി ഉണ്ട്: ഒരു കൂട്ടുകാരനായും ആപത്തിൽ രക്ഷകനായും നിങ്ങളോടൊപ്പം ഇനി ഞാനുമുണ്ട് എന്ന് മലയിക്കോട്ടെ വാലിബൻ. സ്നേഹപൂർവം മോഹൻലാൽ. സൈനും. അത് കലക്കി ഗംഭീര സാധനം കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ മലയിക്കോട്ടെ വാലിബന്റെ ഒരു മാസ്കും. മാസ്ക് ഉണ്ടാവുമോ? മാസ്ക് എന്തായാലും അതിന്റെ ഒപ്പം ഫ്രീ ഉണ്ടാവും. ഒരു രക്ഷയില്ല കേട്ടോ, സംഭവം പൊളിച്ച്. ഞാൻ എൻജോയ് ചെയ്തു. ഞാൻ ഇനി സിനിമ കണ്ടാൽ പോലും എനിക്ക് ഇതൊക്കെയാണ് ഇഷ്ടം. അതല്ല, അതിന്റെ വേറെ കാര്യം എന്താ പറയുക, പ്രമോഷന്റെ പല അവസ്ഥാന്തരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു രീതിയിലുള്ളത് അല്ലേ ആദ്യമായിട്ടാ. എന്തായാലും ഗംഭീരം. അപ്പൊ എന്തായാലും ഞങ്ങൾ അങ്ങ് പോവാണ്. അല്ല, ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കൂട്ടുകാരെ? ഇതിപ്പോ മറ്റേ ഇതുപോലെയല്ലോ ഡോറാബുജിയും വാലിബിനുള്ള വഴി കാണിക്കാമോ? അതെ, ഞങ്ങളൊരേ വൈബാണ്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇത്രേ ഉള്ളൂ. അതായത് നിങ്ങൾ പ്രതീക്ഷിച്ച് പോകണം എന്ത്, വാലിബൻ ഒരു പ്രത്യേക കഴിവുള്ളൊരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും. അതായത് എല്ലാത്തിനും കൂടെ നിൽക്കുന്നവനാണ്. നിങ്ങൾ സുഹൃത്തായും പിന്നെ രക്ഷകനായും ആളുണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെ ഒരാളാരാ? ദൈവമാണോ? തീർച്ചയായിട്ടും. അങ്ങനെ പറയുകയാണെങ്കിൽ അങ്ങനെ ദൈവം എന്ന് തന്നെ, അല്ലെങ്കിൽ ദൈവപുത്രൻ എന്നുള്ളത് പോലെ, മാലാഖ എന്നൊക്കെ പറയാലോ. ഈ ഒരു സംഭവം ഈ സിനിമയ്ക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവര് പറയുന്ന സമയങ്ങളിൽ ഇപ്പൊ ലാലേട്ടൻ തന്നെ പറയുന്നത് ഇതൊരു സ്പിരിച്വൽ ആയിട്ട് വേണമെങ്കിലും കാണാം എന്ന് പറയുന്നുണ്ടല്ലോ. അത് ഈ ഒരു സംഭവം ഉള്ളത് കൊണ്ടാണ്. അതായത് നമ്മള് പ്രാർത്ഥിക്കുന്ന എന്തിനാ? രക്ഷിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊന്ന് മാറിക്കിട്ടാൻ, അത് പരിഹരിച്ചു കൊടുക്കുന്ന ആരാണോ അവരാണ് ദൈവം എന്ന് പറയുന്നത് അല്ലേ.
നോർമലി അതാണ്. അതെ അതെ അതാവും. അത് ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും ഇവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കുന്ന ആളായിട്ട് തന്നെ. അപ്പൊ ആ വാലിബ എന്ന് വിളിച്ച് എന്നെ രക്ഷിക്കണേ എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനയാണ് ശരിക്കും. തീർച്ചയായിട്ടും. എന്തായാലും ഏത് രീതിയിലാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പൊ എന്തായാലും സമയം കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ. കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്നത് വാലിബന്റെ ദിവസങ്ങളാണ്. അതെ, അത്രത്തോളം ഐറ്റംസ് വരാനുണ്ട് എന്നുള്ളതാണ് കേട്ടത്. അതായത് വീഡിയോ ആയിട്ടും ഒരുപാട് സംഭവങ്ങളായിട്ട് പുറത്തു വരാനുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓരോന്നുമായിട്ട് നമ്മൾ തകർക്കും. നമ്മള് ഞാനിതില് ഹാപ്പിയാ. ഇവന്റെ കഴിഞ്ഞു. ഇവന് മലയക്കോട്ടെ വാലിബിന്റെ സിനിമ കാണുന്നോടം വരെ ഉള്ളേക്ക് അവന് കിട്ടിയിട്ടുണ്ട്. ഇവന് ഇതേ ഇനി പസിൽസ് കളിച്ചു, പിന്നെ വഴി കാണിച്ചു. അല്ല, വഴി വെറുതെ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു. വാലിബിനെയും കൂടെ ഒന്ന് തെറ്റിക്കാം. സമാധാനം മറ്റുള്ളവരെ വഴി തെറ്റിക്കാനാണെങ്കിൽ ഓക്കെ, സമാധാനം കിട്ടട്ടെ. ഇത് വാലിബിനെയും കൂടെ തെറ്റിച്ചു കൊടുത്താൽ ഓക്കെ ആവുമല്ലോ. അതിന് കഴിയും. ഹാജർ. അപ്പൊ എന്തായാലും ഞങ്ങള് പോവാണ് കേട്ടോ. ഞങ്ങള് ഒരു നമുക്ക് ഇത് കിട്ടുമ്പോൾ ഇത് ഇങ്ങനത്തെ ഇത് കാണുമ്പോൾ ഒരു വൈബിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. എന്തായാലും ഇനി അടുത്ത വീഡിയോയിലൊക്കെ ആ ഒരു വൈബ് പ്രതീക്ഷിക്കാം. എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷമായിട്ട് ഉടനെ കാണാം. ബൈ.